നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ പൂർണ്ണമായ ട്രെയിനിങ് വീഡിയോകളായിരിക്കും. അതുകൊണ്ട് ചെസ്സ് പഠിക്കുന്ന കുട്ടികൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പൊസിഷനും നീക്കങ്ങളും എഴുതിയെടുത്തുകൊണ്ട് മിനിമം 10 പ്രാവശ്യമെങ്കിലും ചെസ് ബോർഡിൽ നീക്കം നടത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷം കിങ് സൈഡിലേക്കാണോ ക്യൂൻ സൈഡിലേക്കാണോ അറ്റാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഒരു അറ്റാക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് മിനിമം 3 പീസെങ്കിലും ആ ഒരു പൊസിഷനിൽ അറ്റാക്കിന് റെഡിയാക്കി വയ്ക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാക്സിമം പീസുകളെ എത്തിച്ചതിന് ശേഷം മാത്രമാണ് അറ്റാക്ക് ആരംഭിക്കേണ്ടത്. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ എല്ലാ പീസുകളും ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ആക്രമണം നടത്തുവാൻ റെഡിയായിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള കാരണം ബ്ലാക്കിൻ്റെ ഡെവലപ്പ് ചെയ്ത മേജർ പീസുകൾ ഡെഡ് പീസുകളാണ്. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് നിയന്ത്രണമുള്ള മൈനർ പീസുകളുടെ മുൻപിലോട്ടുള്ള എല്ലാ നീക്കങ്ങളും വൈറ്റിൻ്റെ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു. വൈറ്റിൻ്റെ ലോങ് റേഞ്ച് ബിഷപ്പുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ബിഷപ്പ് H7, ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് നൽകുമ്പോൾ കിങ്ങിന് H8 എന്ന ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. കിങ് H8. ഇപ്പോൾ ലേറ്റ് സ്ക്വയർ ബിഷപ്പ് ഇരിക്കുന്ന സ്ഥലത്ത് വൈറ്റിൻ്റെ ക്യൂനിനെ എത്തിക്കുവാൻ സാധിച്ചാൽ നിഷ്പ്രയാസം ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. ബിഷപ്പ് G8. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചോ റൂക്ക് ഉപയോഗിച്ചോ G8-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കും. പോൺ G6 എന്നൊരു നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിൻ്റെ മുൻപിലോട്ടുള്ള നീക്കത്തെ തടസ്സപ്പെടുത്തുന്നു. G6-ലിരിക്കുന്ന പോണിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുവാൻ സാധിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. എന്നാൽ F7-ലിരിക്കുന്ന പോൺ G6-ൽ ഇരിക്കുന്ന പോണിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ക്യൂൻ ഉപയോഗിച്ച് നേരിട്ടൊരാക്രമണം നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ബിഷപ്പോ നൈറ്റോ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ F7-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യാൻ വൈറ്റ് നിർബന്ധിതമാകുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ലേറ്റ് സ്ക്വയർ ബിഷപ്പ് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് F7-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് F7. G6-ലിരിക്കുന്ന പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. H ടേക്സ് G5. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ G5-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുള്ള ബിഷപ്പിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു. എന്നാൽ H ടേക്സ് G5 എന്ന നീക്കം നടത്തുമ്പോൾ H ഫയൽ ഒരു സെമി ഓപ്പൺ ഫയലായി മാറുന്നു. വൈറ്റ് H ഫയൽ ഓപ്പൺ ഫയൽ ആക്കുന്നതിന് പകരം മറ്റൊരു നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ക്യൂൻ ടേക്സ് G6. ഇപ്പോൾ ക്യൂൻ H6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു.
റൂക്ക് ടേക്സ് F7. ഇത് മനസ്സിലാക്കിയ ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ടേക്സ് F7 ചെക്ക്. ഇപ്പോൾ ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നതിന് ബ്ലാക്കിൻ്റെ ക്യൂൻ സാക്രിഫൈസ് ചെയ്യുവാൻ നിർബന്ധിതമാകുന്നു. ക്യൂൻ ടേക്സ് F7. ക്യൂൻ ടേക്സ് F7. വൈറ്റിൻ്റെ നൈറ്റുകളും ബിഷപ്പും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനും റൂക്കും സ്വന്തമാക്കുകയും വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ബ്ലാക്ക് റിസൈൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ H5-ലിരിക്കുന്ന നൈറ്റിനെ സംരക്ഷിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുകയില്ല. കാരണം നൈറ്റിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ H ടേക്സ് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. അതുകൊണ്ട് G ടേക്സ് H4, Queen takes H5 check, King G8, Bishop G5, BG5 എന്ന നീക്കം നടത്തിക്കൊണ്ട് H4-ലിരിക്കുന്ന പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ ക്യൂൺ ടേക്സ് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിച്ച് ഒരു ഫോക്കിംഗ് ചെക്ക് നൽകുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് F8. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിന് ഒരു സംരക്ഷണം നൽകുകയും ഒരു ഫോർക്കിംഗ് ചെക്കിൽ നിന്നും റൂക്കിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. റൂക്ക് ടേക്സ് H4, ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. റൂക്ക് F7. റൂക്ക് ഉപയോഗിച്ച് ചെക്ക് മേറ്റിൽ നിന്നും കിങ്ങിനെ സംരക്ഷിക്കുന്നു. റൂക്ക് ടേക്സ് E6. E6-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുകയും ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ എസ്കേപ്പ് സ്ക്വയർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. കിങ് F8, ബിഷപ്പ് ടേക്സ് F6. ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ക്യൂൻ H8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. നൈറ്റ് ടേക്സ് F6, ക്യൂൻ H8 പ്ലസ് നൈറ്റ് G8. ചെക്ക് നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് G4. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് C8. ബ്ലാക്കിന് പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് BC8 എന്ന നീക്കം നടത്തിക്കൊണ്ട് E6-ലിരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. ക്യൂൺ ടേക്സ് G8 ചെക്ക് മേറ്റ്. ബിഷപ്പ് ക്ലിയറൻസിൻ്റെ കുറച്ചു പൊസിഷൻ കൂടി അനലൈസ് ചെയ്യുന്ന വീഡിയോ നമുക്കധികം വൈകാതെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ ബിഷപ്പ് ഉപയോഗിച്ച് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് നൽകുന്നതിന് പകരം ബിഷപ്പ് E2 എന്ന നീക്കം നടത്തി ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ബിഷപ്പ് E2 നൈറ്റിൻ്റെ സംരക്ഷണത്തിൽ ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. H ടേക്സ് G5. H7 എന്ന സ്ക്വയർ നിയന്ത്രിക്കുന്ന നൈറ്റിനെ പോൺ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. H ടേക്സ് G5. H5 ഓപ്പൺ ചെയ്തുകൊണ്ട്
റൂക്കുകൾ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റ് ശ്രമിക്കുന്നു. ബിഷപ്പ് ടേക്സ് E5. ചെസ് കളിക്കുന്ന സമയത്ത് നമുക്ക് ശല്യമാകുന്ന പീസുകളെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ആക്രമണത്തിൻ്റെ ശക്തി കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു തന്ത്രം കൃത്യമായും ബ്ലാക്ക് ഉപയോഗപ്പെടുത്തുന്നു. ബിഷപ്പ് ടേക്സ് H5. ബിഷപ്പ് ടേക്സ് D4. ബ്ലാക്കിൻ്റെ ബിഷപ്പിന് മറ്റ് സ്ക്വയറുകളിലേക്കൊന്നും നീക്കം നടത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫ്രീ ആയി കിട്ടുന്ന ഒരു പോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സംരക്ഷിക്കുന്നു. അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ക്യൂൻ H7 പ്ലസ് വൈറ്റിൻ്റെ ക്യൂൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റ് ശ്രമിക്കുന്നു. ക്യൂൻ ടേക്സ് H7. ബിഷപ്പ് ടേക്സ് F7 ചെക്ക്മേറ്റ്. ഒരു ഡിസ്കവേർഡ് ചെക്കിലൂടെ വളരെ മനോഹരമായ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.